ഈ ഇടയ്ക്ക് വാട്സപ്പിലൂടെ വൈറലായ ഒരു ഓഡിയോ ഉണ്ടായിരുന്നു. ജോർജിയയിൽ MBBS 9 വർഷമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ വിളിച്ചിട്ട് കൺസേണുകൾ പറഞ്ഞിരുന്നു. ജോർജിയയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ, 9 വർഷമാണോ MBBS ഉള്ളത്, അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഫസ്റ്റ് ആ ഒരു ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. Hello everyone. This is the advisory to Indian students seeking admission in Georgia, and I want to inform all my fellow consultants. Please read all the points of this advisory carefully, and please mainly focus on the 5th and 6th point, in which it is clearly stated by Embassy of India Yerevan that students who are completing their MBBS and MD physician degree from Georgia will not get any license. They have to qualify the post graduation examination, and then they have to complete their residency and PG. Then after they can get the registration. It means they have to study 6 years of MD physician course and then 3 years of residency. So total Georgia will be 9 years. So please, all the consultants working for Georgia, it is my request that please inform your students whom you have already registered for Georgia, because you know that as per as the NMC guideline, from the date of admission till the clearance of next one, the total duration should not be more than 10 years. Okay, so this is the latest advisory by Indian Embassy, and it was published on 15th of September 2022. So it is very clear message from Georgia coming that they are not providing license to students who are completing the MBBS. They are seeking for PG degree, and then they are providing the registration. Means 6 plus 3, then after 9 years our student will get registration. So please, everyone who is promoting Georgia and who is working for Georgia, please take this advisory very seriously, and please take care of all the students whom you have enrolled for Georgia this year. Thank you very much. അതായത് ഈ ഒരു ഓഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ എംബസി ഓഫ് അർമേനിയ, അതായത് ജോർജിയയിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്തതുകൊണ്ട് അർമേനിയയിലുള്ള ഇന്ത്യൻ എംബസിയാണ് ജോർജിയ ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്ത്യൻ എംബസി ഓഫ് അർമേനിയ അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോർജിയയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് റെസിഡൻസി പ്രോഗ്രാം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ MBBS എന്ന് പറയുന്നത് 6 വർഷമാണ്, പ്ലസ് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് 3 വർഷമാണ്. 6 3 9 വർഷം. അപ്പോൾ ഈ 9 വർഷം കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുക. അപ്പോൾ ഈ ഒരു ഓഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജിയയിൽ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്ന എല്ലാ ഏജൻസും അവരുടെ സ്റ്റുഡൻസിനോട് ഇതൊന്ന് ഇൻഫോം ചെയ്യണം, 9 വർഷം കൊണ്ടാണ് ജോർജിയയിൽ ലൈസൻസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു കൺസേണുകളൊക്കെ വരുന്നത് NMCയുടെ 2021 വന്നിരിക്കുന്ന ഗൈഡ് ലൈൻസ്, പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരമാണ്. അതിൽ പറയുന്നുണ്ട്, നമ്മൾ ഒരു രാജ്യത്ത് പഠിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് മെഡിക്കൽ ലൈസൻസ് കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള ഡിഗ്രി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ജോർജിയയിലാണ് പഠിക്കണമെങ്കിൽ ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഡിഗ്രി ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എന്തിനാണ് NMC ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബംഗ്ലാദേശ് പോലുള്ള കുറച്ച് രാജ്യങ്ങളിൽ നമ്മൾ ആ രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഫോറിൻ സ്റ്റുഡൻസ് ആ രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതായത് ആ രാജ്യത്ത് വർക്ക് ചെയ്യാനുള്ള മെഡിക്കൽ ലൈസൻസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് NMC ഈ ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ NMCയുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്, നമ്മുടെ MBBSന്റെ ടോട്ടൽ ഡ്യൂറേഷൻ 10 വർഷമായിരിക്കണം. അതായത് 10 വർഷത്തിനുള്ളിൽ നമ്മൾ MBBS പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ജോർജിയയിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ജോർജിയയിൽ നമുക്ക് മെഡിക്കൽ ലൈസൻസ് കിട്ടണമെങ്കിൽ അവരുടെ റെസിഡൻസി പ്രോഗ്രാം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടുത്തെ MBBS എന്ന് പറയുന്നത് 6 വർഷമാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് 3 വർഷമാണ്. 6 3 9 വർഷം എടുക്കും. അപ്പോൾ അവിടെ ലൈസൻസ് കിട്ടണമെങ്കിൽ, അപ്പോൾ ലൈസൻസ് കിട്ടിയാലേ നമുക്ക് ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് NMCയുടെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 9 വർഷം എടുക്കും നമുക്ക് ലൈസൻസ് കിട്ടാൻ തന്നെ. പക്ഷേ NMC പറയുന്നുണ്ട് 10 വർഷത്തിനുള്ളിൽ നമ്മുടെ MBBS കോഴ്സ് തീർക്കുകയും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺസേൺ ആണ് ഈ ഒരു ഓഡിയോയിലൂടെ നമ്മൾ കേട്ടത്. അപ്പോൾ ജോർജിയയിൽ പഠിച്ചിട്ട് ഇന്ത്യയിൽ തിരിച്ചു വന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായിരുന്നു ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട ചേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മൾ NMCയുടെ ഗൈഡ് ലൈൻസ് നോക്കാതെ പോയാൽ എന്താ കുഴപ്പം എന്നുള്ളത്. NMCയുടെ ഗൈഡ് ലൈൻസ് നോക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും. പഠിച്ചിട്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളായിട്ടുള്ള UK, യൂറോപ്പ്, അമേരിക്ക ഇവിടെയൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ മെഡിക്കൽ ലൈസൻസ് കിട്ടണം. ഇന്ത്യയുടെ മെഡിക്കൽ ലൈസൻസ് കിട്ടണമെങ്കിൽ NMCയുടെ ഗൈഡ് ലൈൻ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ലൈസൻസിങ് എക്സാം ആയിട്ടുള്ള FMG എഴുതാൻ പറ്റില്ല. FMG ക്ലിയർ ചെയ്യാതെ നമുക്ക് ഇന്ത്യയിൽ മെഡിക്കൽ ലൈസൻസ് കിട്ടൂല. ഈ FMG എന്ന് പറയുന്ന എക്സാം 2023 മുതൽ നെക്സ്റ്റ് എക്സാമായി മാറുകയാണ്.
നെക്സ്റ്റ് ആണെങ്കിൽ പോലും NMCയുടെ ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യാതെ ഒരു രാജ്യത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് എഴുതാനുള്ള എലിജിബിലിറ്റി നമുക്ക് കിട്ടൂല. അപ്പോൾ ഈ ഒരു ഓഡിയോ വൈറലായതോടെ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ത്യൻ എംബസിയിൽ വിളിച്ചിട്ട് അവരുടെ കൺസേണുകൾ പറയും, കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാൻ തുടങ്ങിയതോടെ ഇന്ത്യൻ എംബസി ജോർജിയൻ മിനിസ്ട്രിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിക്കലും ജോർജിയക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി പഠിക്കുന്നതുകൊണ്ട് തന്നെ ഒരു നല്ല വരുമാനം അവർക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ജോർജിയൻ ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതിലൊരു ക്ലാരിറ്റി കൊണ്ടുവന്നു. അതായത് ജോർജിയയിൽ പഠിക്കുകയാണെങ്കിൽ ജോർജിയയിൽ MBBS പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് MBBS പഠിച്ച് കഴിയുന്നതോടെ അവിടെ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുമെന്നുള്ളത്. അതായത് MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ റെസിഡൻസി പ്രോഗ്രാമോ അല്ലെങ്കിൽ വേറൊരു എക്സാമോ ഒന്നും എഴുതാതെ നമ്മൾ പഠിച്ച് കഴിയുന്ന ഉടനെ അവിടെ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് കിട്ടും എന്നുള്ളത് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ക്ലിയർ ക്ലാരിഫിക്കേഷൻ വന്നേക്കാണ്. അതുകൊണ്ട് തന്നെ ജോർജിയ NMCയുടെ ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വന്ന് ഇന്ത്യയിൽ NMC എക്സാം എഴുതി ഇന്ത്യയിൽ വർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇന്ത്യൻ എംബസി അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ലൈസൻസ് കിട്ടണമെങ്കിൽ റെസിഡൻസി പ്രോഗ്രാം ചെയ്യണം എന്നുള്ളത്. അവരത് മാറ്റിയിട്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടും എന്നുള്ളത്. ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്കിലേക്ക് പോയി നോക്കുക. എന്നിട്ട് ആ PDF-ലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആരെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും കൺസേൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അബ്രോഡ് പോകാൻ ആലോചിച്ചിട്ട് ഈ ഒരു കാര്യം കേട്ടപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ MBBS ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.